ഹലോ ഗൈസ്, സന്തോഷാണ്. നമ്മളിന്ന് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട വയനാട്ടിലേക്ക് ടൂറിസ്റ്റ് പോകുന്ന കൊമ്പൻ്റെ പുറയിലാണ് കേട്ടോ. മന്ദാകിനി എന്നാണ് വണ്ടിയുടെ പേര് കേട്ടോ. ബേക്കിൽ മന്ദാകിനി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടതെന്ന് പറയാൻ കാരണം വണ്ടിയുടെ ലൊക്കേഷൻ ബോർഡ് ബാക്കിൽ കൂത്തുപറമ്പാന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണൂർ ഭാഗത്തു നിന്ന് പുറപ്പെട്ടതായിരിക്കണം. കണ്ണൂർ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്തു നിന്ന് പുറപ്പെട്ടതായിരിക്കണം. അപ്പോൾ വണ്ടിയിൽ മ്യൂസിക് സിസ്റ്റമൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സൗണ്ട് ഉണ്ട്. നമ്മുടെ വോയിസ് മ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ മ്യൂട്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ പെട്ടെന്നൊരു കാറ് പാസ്സാക്കി കേട്ടോ. ഇനിയിപ്പം സാധാരണഗതിയിൽ നമ്മുടെ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാകാറുള്ളതാണ്. ഇനിയിപ്പോൾ കാറുകാരൻ കടന്നു പോയാൽ മാത്രമേ നമ്മൾ ബസ്സിനോട് അടുത്ത് നിൽക്കാൻ പറ്റുള്ളൂ. കാറുകാരൻ പാസ്സായി. അപ്പോൾ നമ്മൾ ബസ്സിനോട് അടുത്ത് വന്നു കേട്ടോ. അപ്പോൾ സാധാരണ നമ്മുടെ ലൈൻ ബസ് പോകുന്ന പോലെ, പാസഞ്ചർ ബസ് പോകുന്ന പോലെ അങ്ങനെ ഒടിച്ചു കുത്തി പായാൻ കഴിയില്ല. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബോഡി വെയ്റ്റ് ജാസ്തി, ഹൈറ്റ് ജാസ്തി, എല്ലാം കുറച്ച് ലഗേജും കാര്യങ്ങളെല്ലാം കൂടിയിട്ട് ടോട്ടലി ബസ്സിന് വെയിറ്റ് കൂടുതലായിരിക്കും. ഹൈറ്റ് കൂടുതലായ കാരണം വീശൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പ്രൈവറ്റ് ബസ്സുകളെ സംബന്ധിച്ച് ലൈലാൻഡ് വണ്ടിയൊക്കെ അത് ഒതുക്കി പരത്തിയാണത് പണിയുക. കൊണ്ടോട്ടി ബോഡിയൊക്കെ ആണെങ്കിൽ വണ്ടിക്ക് ഇപ്പം ബെൻസ് തിരിയുന്ന പോലെ തിരിയും ഇപ്പോൾ ഉള്ള വണ്ടികൾ. അങ്ങനെ ഷെയ്ക്കാവുന്നില്ല. പക്ഷേ ഇത് നമ്മൾ ഒടിച്ചു കുത്തി പാഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഷെയ്ക്കാവും. വണ്ടിക്ക് ഒരുപാട് കംപ്ലൈൻറ്റ് വരും. കാരണം ഹൈറ്റും ബോഡി വെയ്റ്റും കൂടിയ വണ്ടി വീശുവോ പിടിക്കുകയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ടയർ പൊട്ടാനുള്ള സാധ്യതകളും മറ്റു കാര്യങ്ങളെല്ലാം ആക്സിഡൻറ്റ് സാധ്യതയൊക്കെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ശാന്തമായ യാത്രയിൽ അവരുടെ കൂട്ടത്തിൽ മന്ദാകിനി ബസ്സിനൊപ്പം അങ്ങനെ പോവുകയാണ് കേട്ടോ. ഇവർ വയനാട് ഫുൾ കവർ ചെയ്ത് ഏകദേശം ഒരു 7:30 ആകുമ്പോഴത്തേനും ചുരം ഇറങ്ങി തിരിച്ചു പോകും കേട്ടോ. കണ്ണൂരേക്ക് എല്ലാ സ്ഥലത്തും പോയിട്ട് ഇവർ തിരിച്ചു പോരും. ശരിക്കും ഒരു ദിവസത്തെ പാക്കേജിൽ വയനാട് പൂർണ്ണമായിട്ട് കാണാം. ഏകദേശം ഇപ്പോൾ ആദ്യം കയറിക്കഴിഞ്ഞാൽ നേരെ പഴശ്ശി, കുറുവാദ്വീപ്, അങ്ങനെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം കവർ ചെയ്ത് ഇടയ്ക്കൽ ഗുഹ എല്ലാം കവർ ചെയ്ത് വൈകുന്നേരം ആകുമ്പോഴത്തേനും തിരിച്ച് പോകാം, കണ്ണൂരേക്ക് മടങ്ങാം. അതിൻ്റെ വൺ ഡേ ടൂറ് ഇപ്പോൾ ഏകദേശം ഒരു 10 മണി ആകുന്നതേ ഉള്ളൂ. 10 മണി ആയിട്ടില്ല. അപ്പോൾ ആ സമയത്താണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ, രാവിലെ. അപ്പോൾ അവർക്ക് വൈകുന്നേരം ഒരു 7:30 ആകുമ്പോഴത്തേനും ഫുള്ള് വയനാട് കവർ ചെയ്ത് തിരിച്ചു പോകാം കേട്ടോ. നല്ല മാന്യമായിട്ടുള്ള ഡ്രൈവിങ് കേട്ടോ. നല്ല വൃത്തിയുണ്ട് കാണാൻ. ആൾക്കാരെ കൂടുതൽ സീറ്റിൽ നിന്ന് ഷെയ്ക്കാക്കാത്ത രീതിയിൽ നല്ല വൃത്തിയുള്ള ഡ്രൈവിങ്ങാണ്. എന്തായാലും മന്ദാകിനി ബസ്സിന് ഒരുപാട് ഇഷ്ടം. ശുഭയാത്ര. വയനാടെല്ലാം കണ്ട് നല്ല സുഖമായി ഒരു കുഴപ്പവും കൂടാതെ തിരിച്ചു പോകാൻ സാധിക്കട്ടെ. എല്ലാ നല്ലവരായ ടൂറിസ്റ്റുകളെയും ഞങ്ങൾ വയനാട്ടിലേക്ക് ക്ഷണിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ. സീ യു.